ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അതിന് മുന്നേയായിട്ട് മിസ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെയായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ റീഡ് ആൻഡ് റൈറ്റിംഗിൻ്റെ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സിനും മന്ത്ലി 100 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. മക്കൾ എല്ലാവരും പഠിക്കാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലോ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന്റെ മക്കളുടെ അടുത്ത് 1-2 കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് LP ക്ലാസ് കഴിഞ്ഞ് UP ക്ലാസ്സിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മൾ LP ക്ലാസ് വരെ നമ്മൾ EVS അഥവാ നമ്മുടെ പരിസര പഠനം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ 5ലോട്ടാണ് പോകുന്നത്. അപ്പം 5ാം ക്ലാസ്സിൽ ഇനി നമുക്ക് ആ ഒരു വിഷയം പഠിക്കാനുള്ളത് ബേസിക് സയൻസ്. എന്താ മക്കളെ? ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്നുള്ള പേരിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. എന്താണ്? ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പം ബേസിക് സയൻസ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര് വരുന്നത്. മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ പരിസര പഠനം എന്നത് മാറിയിട്ട് എന്താണ് മക്കളെ? അടിസ്ഥാന ശാസ്ത്രം എന്നതാണ് നമ്മുടെ പുസ്തകത്തിന്റെ പേര് വരുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത് മക്കളെ? ഈ ബേസിക് സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ട് കുറെ എക്സ്പെരിമെന്റിലൂടെ അല്ലെ, കുറെ പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടും നിരീക്ഷിച്ചൊക്കെ മനസ്സിലാക്കുകയാണ് അല്ലെ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ബേസിക് സയൻസ് എന്ന് പറയുന്നത്. പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് മക്കൾക്ക് ഇഷ്ടമല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ ഈ ഒരു ടെക്സ്റ്റ് പുസ്തകത്തിൽ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? എന്തായിരുന്നു നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് വരുന്നത്? ബേസിക് സയൻസ് അല്ലേ, അഥവാ അടിസ്ഥാന ശാസ്ത്രം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിയെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോവാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളൂ. കുറേ ജീവികളെയൊക്കെ കുറിച്ചാണ്, അവരുടെ ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, എല്ലാവരും സെറ്റ് ആണല്ലോ? നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഒറ്റയല്ലൊരു ജീവിയും എന്നാണ്. മലയാളം മീഡിയത്തിൽ എന്താണ് മക്കളെ? ഒറ്റയല്ലൊരു ജീവിയും എന്നതാണ് മലയാളം മീഡിയംകാർക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ആദ്യത്തെ പാഠഭാഗത്തിന്റെ പേര്. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പം എന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് വരുന്നത് കേട്ടോ. എന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ്. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം ഒറ്റയല്ലൊരു ജീവിയും. ഓക്കെ മക്കളെ, കൂട്ടുകാർക്ക് നമ്മുടെ പാഠഭാഗത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ മക്കളെ, നിരീക്ഷിച്ചേ മക്കളെ. എന്തൊക്കെയാണ് ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? യെസ്, ആ പിക്ചറിൽ എന്തുണ്ട് മക്കളെ? ഒരു ബേർഡ് ഉണ്ട് അല്ലെ, ഒരു പക്ഷിയുടെ ചിത്രമുണ്ട്. ഏതാണ് മക്കളെ ആ പക്ഷി എന്ന് കൂട്ടുകാർക്ക് അറിയോ? നമ്മൾ കണ്ടിട്ടുള്ള ഒരു പക്ഷിയാണ് അല്ലെ. ഏതാണ് മക്കളെ ആ ബേർഡ്? ആ ബേർഡ് ഏതാണ്? വിച്ച് ബേർഡ് ഈസ് ഇൻ ദി പിക്ചർ? ഏത് ബേർഡ് ആണ്? നമ്മുടെ ചിത്രത്തിലുള്ള പക്ഷി ഏതാണ് മക്കളെ? വേഗം പറഞ്ഞ ഏതാണ്? നീല നിറത്തിലുള്ള, നമ്മൾ പലപ്പോഴും തോടിന്റെ കരയിലോ കുളത്തിന്റെ കരയിലോ ഒക്കെ കാണാറുള്ള ഒരു ബേർഡ് ആണത്. ഏതാണ്? യെസ്, ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. പൊന്മാനാണ് അല്ലെ. നമ്മൾ മീൻ കൊത്തി എന്ന് പറയാറുണ്ട്, അഥവാ കിങ് ഫിഷർ. എന്താണ്? കിങ് ഫിഷർ, പൊന്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ബേർഡിന്റെ പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താണ് അയാൾക്ക് ആ ഒരു മരത്തിൽ ഇരുന്നുകൊണ്ടുള്ള പണി? ആരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്? താഴെ കുളത്തിലുള്ള അല്ലെങ്കിൽ പുഴയിലുള്ള ആ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും മക്കളെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനായിരിക്കും? ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിനെയും കൊത്തി പറന്നു പോവാനാണല്ലേ. എന്തിനാണ് അതിനെ കൊത്തിയെടുക്കുന്നത്? അതിന് ഫുഡ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൊത്തിയെടുക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല മക്കളെ? തോടിന്റെ ഒക്കെ സൈഡിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് പറന്ന് വന്ന് മീനിനെയും കൊത്തിയെടുത്ത് പറക്കൂലേ. എന്തിനാണ്? അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഏത് ബേർഡ് ആണ് മക്കളെ അവിടെ ഉള്ളത്? പൊന്മാനാണ് അല്ലെ. ഇതിന് നമ്മൾ എന്ത് പറയും? കിങ് ഫിഷർ എന്ന് പറയും. എന്താണ്? കിങ് ഫിഷർ ആണ്. ഇനി കൂട്ടുകാർക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? അതിന്റെ മെയിൻ ഫുഡ് എന്താണ് മക്കളെ? പ്രധാനമായിട്ടുള്ള അതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ചിത്രത്തിൽ കണ്ടു. എന്താണ്?
ഫിഷ് തന്നെയാണ് അല്ലെ, മീനിനെയാണ് നമ്മുടെ കിങ് ഫിഷർ എന്ത് ചെയ്യുക, കഴിക്കാറുള്ളത് അല്ലെ. ഓക്കെ, വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? എവിടെയാണ് മക്കളെ ആ ഒരു ബേർഡിനെ നിങ്ങൾ കാണാറുള്ളത്? സാധാരണയായിട്ട് എവിടെയാണ് മക്കളെ കാണാറുള്ളത്? എവിടെയാ കാണാറുള്ളത്? നമ്മളിപ്പോ ചിത്രം നോക്കിയാൽ തന്നെ മക്കൾക്ക് മനസ്സിലാവും അല്ലെ, ഈ കുളത്തിന്റെ അടുത്തും തോടിനൊക്കെ അടുത്തിൽ, അതായത് ഈ ജലമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പക്ഷികളെ കാണാനായിട്ട് സാധിക്കാറില്ലേ. എന്താണ് മക്കളെ അതിനുള്ള റീസൺ എന്ന് പറയുന്നത്? വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ദീസ്? എന്താണ് മക്കളെ അതിനുള്ള റീസൺ? എന്താണ്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് അവിടെ ചെറിയൊരു നോട്ട് തന്നിട്ടുണ്ട് മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ദ കിങ് ഫിഷർ lives in burrows on river banks or near ponds. They mostly choose places near water sources where they can fish. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നദീതീരത്തോ അല്ലെങ്കിൽ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലേ. എവിടെയാണ് അത്? നദീതീരത്തിലെ റിവർ ബാങ്കിലോ അല്ലെങ്കിൽ കുളക്കരയിലോ ഒക്കെയുള്ള മാളങ്ങളിലാണ്, ബറോസിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ കിങ് ഫിഷർ താമസിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അവർ ചൂസ് ചെയ്യുന്നത്? ഈ ജലസ്രോതസ്സുകൾക്ക് അടുത്ത് താമസിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഭക്ഷണത്തിനായിട്ടുള്ള മീനിനെയൊക്കെ അതിന് എളുപ്പത്തിൽ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മാളങ്ങളിലും മറ്റുമായിട്ട് നമ്മുടെ കിങ് ഫിഷർ ലിവ് ചെയ്യുന്നത്, താമസിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇതെല്ലാം മക്കൾക്കും അറിയുന്ന കാര്യമല്ലേ മക്കളെ? എന്താണ് നമ്മുടെ കിങ് ഫിഷർ കഴിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, എന്തിനായിരിക്കാം അവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ കൂട്ടുകാർക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതാണ് മിസ് നേരത്തെ പറഞ്ഞത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ബേർഡ് ഏതാണ് മക്കളെ? കിങ് ഫിഷർ ആണ് അല്ലെ. എന്താണ്? പൊന്മാനാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, ഇനി നോക്കിക്കേ, നമുക്ക് അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. There are many creatures around us who eat various kind of food. നമുക്ക് ചുറ്റുപാടിലും ഒരുപാട് ജീവികളുണ്ട് അല്ലേ. എല്ലാ ജീവികളും ഒരേപോലുള്ള ആഹാരം കഴിക്കുന്നവരാണോ മക്കളെ? നമ്മളിപ്പം കിങ് ഫിഷറിന്റെ കാര്യം പറഞ്ഞു, പൊന്മാന്റെ കാര്യം പറഞ്ഞു. അതെന്താ കഴിക്കുന്നത്? നമ്മൾ പറഞ്ഞു മോസ്റ്റ്ലി എന്താണ് കഴിക്കുന്നത്? ഫിഷുകളെയാണ് അല്ലെ, മീനുകളെയാണ് അത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ പിക്ചറിൽ ആരുണ്ട്? ഒരു ഗോട്ട് ഉണ്ട് അല്ലെ. ആരാണുള്ളത്? ഒരു ആടുണ്ട്. അതെന്താണ് മക്കളെ കഴിക്കുന്നത്? നമ്മുടെ കിങ് ഫിഷറിനെ പോലെ, നമ്മുടെ പൊന്മാനെ പോലെ മീനിനെയും മറ്റുമൊക്കെയാണോ നമ്മുടെ ആട് കഴിക്കുന്നത്? ആണോ? അല്ല. അതെന്താണ് കഴിക്കുന്നത്? പുല്ലുകളൊക്കെ കഴിക്കില്ലേ. ഗ്രാസ് ആണ് ആര് കഴിക്കുക? നമ്മുടെ ആട് കഴിക്കുക അല്ലെ. ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് ഒക്കെയാണ് ആര് കഴിക്കുന്നത്? നമ്മുടെ ആടുകൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ചുറ്റിലും ഒരുപാട് ജീവികളുണ്ട്. ആട്, പശു, ആന, മാന്, മുയൽ തുടങ്ങിയിട്ട് ഒത്തിരി ജീവികൾ നമുക്ക് ചുറ്റിലുണ്ട്. പക്ഷെ പലരും എന്താണ് മക്കളെ? വ്യത്യസ്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, നോക്കിക്കേ. അപ്പൊ ഇത് തന്നെയാണ് നമ്മളടുത്ത് ചോദിച്ചത്. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? വാട്ട് ഈസ് ദി മെയിൻ ഫുഡ് ഓഫ് എ ഗോഡ്? അതായത് വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ആടിന്റെ പ്രധാന ആഹാരങ്ങൾ എന്തൊക്കെയാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു ഗ്രാസിലെ പുല്ലുകള്, ലീവ്സ്, ഇലകള്, ഗ്രെയിൻസ് ഒക്കെയാണ് ആര് കഴിക്കുന്നത്? നമ്മുടെ ആട് കഴിക്കുന്നത്. മീനൊക്കെ ഇട്ട് കൊടുത്ത പൊന്മാനെ പോലെ പോയിട്ട് കുളത്തിലും മറ്റും പോയിട്ട് മീൻ പിടിച്ച് കഴിക്കുവോ? ഇല്ല. ഇത്തരത്തിലുള്ള ആഹാരങ്ങളാണ് ആര് കഴിക്കുന്നത്? ആട് കഴിക്കുന്നത്. പശു ആയാലും ഏകദേശം ആട് കഴിക്കുന്ന പോലുള്ള ആഹാരങ്ങളൊക്കെയാണ് ആര് കഴിക്കുന്നത്? പശു കഴിക്കുന്നത് അല്ലേ. ആനയും അതുപോലെ തന്നെ കുറെ നമ്മുടെ ഈ പനയുടെ പട്ടയൊക്കെയാണ് ആര് കഴിക്കുന്നത്? ആനയൊക്കെ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലയണിലോട്ട്, ടൈഗറിലോട്ട് അല്ലേ, പുലിയും സിംഹവും ഒക്കെ വരികയാണെങ്കിൽ അവരെങ്ങനെയാ കഴിക്കുന്നത്? ഈ പശുവും ആടും ഒക്കെ കഴിക്കുന്ന പോലെ ഇലകളും പുല്ലുകളും ഒക്കെയാണ് കഴിക്കുന്നത്? അല്ല അല്ലെ. അവരെന്താണ്? ചില ജീവികളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആഹാരമാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ക്രീച്ചേഴ്സ് ഉണ്ട്. അവയുടെ ഒക്കെ ഫുഡ് എന്താണ് മക്കളെ? ഡിഫറെന്റ് ആണ് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകളാണ് അവ ഓരോരുത്തരും കഴിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? നോക്കിക്കേ, വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? ഫൈൻഡ് ആൻഡ് റൈറ്റ്. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ പ്ലാന്റ് പാർട്സ്, അതായത് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്തി എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ,
അപ്പൊ ഏതൊക്കെയാണ് മക്കളെ പ്ലാന്റ്സിന്റെ പാർട്ട് മാത്രം, അതായത് സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് 2 എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഡീർ അതുപോലെ തന്നെ റാബിറ്റ് ഇല്ലേ, നമ്മുടെ മാനും അതുപോലെ തന്നെ മുയലൊക്കെ എന്താണ് മക്കളെ? സസ്യഭാഗങ്ങള് സസ്യാഹാരം കഴിക്കുന്നവയിൽ ഉൾപ്പെടുന്നവയാണ് നമ്മുടെ ഡീറും അതുപോലെ തന്നെ റാബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എലഫന്റ് എന്താണ് മക്കളെ കഴിക്കുക? ഈ സസ്യഭാഗങ്ങളാണ് ആര് കഴിക്കുക? നമ്മുടെ ആന കഴിക്കുക അല്ലെ. അപ്പൊ അതാണ് മക്കളുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ നമുക്ക് കൗ അല്ലെ, പശു എന്താണ് കഴിക്കുക? പ്ലാന്റ്സിന്റെ പാർട്ടുകളാണ് കഴിക്കുക അല്ലെ. അതുപോലെ തന്നെ ഗോട്ട് ആട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം, എലഫന്റ് അല്ലേ ആന നമുക്ക് ഉൾപ്പെടുത്താം, പിന്നെ ഡിയർ നമ്മൾ പറഞ്ഞു, മാൻ അല്ലേ, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയൊക്കെ എന്താണ് മക്കളെ? ഈ പ്ലാന്റ്സിന്റെ ഓരോരോ പാർട്ടുകളാണ് കഴിക്കുക. പ്ലാന്റ്സ് അല്ലേ അത് കഴിക്കാൻ മിക്കവരും. ഇനിയും ഇതിലേക്ക് കൂട്ടുകാർക്ക് ഒരുപാട് ഉൾപ്പെടുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത് മക്കൾ ഓർത്തിരിക്കണം. പ്ലാന്റ്സിന്റെ പാർട്ടുകൾ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നത് മക്കൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മുടെ ആപ്പിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, കൃത്യമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എക്സാം നല്ല രീതിയിൽ എഴുതുക, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക. എത്രത്തോളം മാർക്ക് കിട്ടി എന്നത് മക്കൾ എന്ത് ചെയ്യണം? സ്ക്രീൻഷോട്ട് ചെയ്തതിനു ശേഷം മിസ്സിന് ഗ്രൂപ്പിലോ മറ്റോ ആയിട്ട് ഷെയർ ചെയ്ത് തരണം. മിസ് നോക്കൂട്ടോ ഏതൊക്കെ കൂട്ടുകാരാണ് കൃത്യമായിട്ട് വർക്കുകൾ ചെയ്യുന്നത്, ആരൊക്കെയാണ് അപ് ടു ഡേറ്റ് ആയിട്ട് വർക്കുകൾ എല്ലാം ചെയ്ത് അയക്കുന്നത് എന്നുള്ളത് നോക്കും. ബെസ്റ്റ് പെർഫോമറുടെ പിക്ചർ മിസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് ക്ലാസ്സിലൊക്കെ പെർഫോം ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ പ്ലാന്റ്സിന്റെ പാർട്ടുകൾ കഴിക്കുന്ന ക്രീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോകാം. ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് വാസസ്ഥലവും ആഹാരവും എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് അല്ലേ. ഓരോ ജീവികളുടെയും ഭക്ഷണം എന്താണ്, അവ താമസിക്കുന്നത് എവിടെയൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും മക്കളെ. എല്ലാവരും ആ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്തേ മക്കളെ. ഏതൊക്കെ ജീവികളെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്? ഒരു വയലിന്റെ അടുത്തില്ലേ, ഒരു ഫീൽഡിന്റെ അടുത്തുള്ള ഒരു പിക്ചറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണുള്ളത് മക്കളെ? ഫ്രോഗ് ഉണ്ട് അല്ലേ, തവളയുണ്ട്, സ്നേക്ക്, പാമ്പുണ്ട്, ക്രെയിൻ ഉണ്ടല്ലോ മക്കളെ, എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ക്രോ ഉണ്ട്, കാക്കയുണ്ട്, ഡ്രാഗൺ ഫ്ലൈ അല്ലെ, നമ്മുടെ തുമ്പിയുണ്ട്, അതുപോലെ തന്നെ സ്നീല് ഒച്ചുണ്ട്, പിന്നെ നമ്മുടെ ടോട്ടോയിസ് അല്ലെങ്കിൽ ടർട്ടില് ആമയുണ്ട്, പിന്നെ നമ്മുടെ ഞണ്ടുണ്ട്, ഫിഷ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു പിക്ചേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി മിസ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ. ഇവിടെ നമ്മുടെ പുല്ലിൽ ഒരാൾ കൂടി ഒളിച്ചിരിക്കുന്നുണ്ട്. ആരാണത്? നമ്മുടെ ഗ്രാസ് ഹോപ്പർ ആണ് അല്ലേ, നമ്മുടെ പുൽച്ചാടി. ഓക്കെ, നമ്മുടെ പുൽച്ചാടി എന്താ മക്കളെ ആഹാരാക്കുന്നത്? പുൽച്ചാടി എന്താ കഴിക്കുക? ഗ്രാസ് ആണ് കഴിക്കുക അല്ലെ. പുൽച്ചാടി എന്ത് തിന്നും മക്കളെ? പുല്ലാണ് തിന്നുക. പുൽച്ചാടി എന്ത് തിന്നും? പുല്ലാണ് തിന്നുക അല്ലെ. അപ്പൊ പുല്ല് ആരാണ് തിന്നുക? പുൽച്ചാടിയാണ് തിന്നുക. പുൽച്ചാടി തിന്നും. ഇനി പുൽച്ചാടിയെ ഇവിടെ കൂട്ടത്തിലുള്ള വേറെ ആരെങ്കിലും തിന്നുവോ മക്കളെ? പുൽച്ചാടി ആരെങ്കിലും തിന്നുവോ? ഓർത്ത് നോക്കിക്കേ. പുല്ല് നമ്മുടെ പുൽച്ചാടി തിന്നും. പുൽച്ചാടിയെ ആര് തിന്നും മക്കളെ? നമ്മുടെ തവള തിന്നും. ആര് തിന്നും? തവള തിന്നില്ലേ? തിന്നോ? പുൽച്ചാടിയെ തവള തിന്നോ? തിന്നു അല്ലേ. ഇത് നോക്കിക്കേ, തവളയെ തിന്നുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തവളയെ ഫുഡാക്കി എടുക്കുന്ന ആളുകള് അവന്റെ അടുത്ത് തന്നെയുണ്ട്. ആരാണ്? നമ്മുടെ സ്നേക്ക്. പാമ്പ് ആരെ തിന്നും? തവളയെ തിന്നും. തിന്നില്ലേ? ഓക്കെ, ഇനി മിസ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ. നമ്മളെ ഈ വെള്ളത്തിലൊക്കെയുള്ള ഫിഷുകള് നമ്മൾ അവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ തിന്നില്ലേ? വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് അല്ലെ, ചെറിയ ചെറിയ സസ്യഭാഗങ്ങളൊക്കെ ആര് തിന്നും മക്കളെ? നമ്മുടെ ഫിഷ് കഴിക്കുമോ? കഴിക്കൂ അല്ലേ. ഓക്കെ, ഫിഷിനെ ആര് കഴിക്കും? ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേതാ നമ്മുടെ ക്രെയിനിന്റെ വായ്ക്കകത്ത് എന്തുണ്ട്? ആരുണ്ട്? ഫിഷ് ഉണ്ട് അല്ലേ. ഫിഷിനെ ആര് കഴിക്കും? നമ്മുടെ ക്രെയിന് കഴിക്കും അല്ലേ. ഇനി ചെറിയ മീനുകളാണെങ്കിൽ അതിനെന്ത് ചെയ്യും? മീനുകളിൽ തന്നെ വലിയ മീനുകൾ എന്ത് ചെയ്യും? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആര് തിന്നും? വലിയ മീനുകൾ തിന്നും. വലിയ മീനിനെ ആര് തിന്നും? നമ്മുടെ ക്രെയിന് പോലെയുള്ള ക്രീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അതിനെ കഴിക്കും. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായോ? നമ്മുടെ ചുറ്റുപാടുള്ള ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഭക്ഷണമാക്കുന്നത് അല്ലേ. പുല്ലിനെ പുൽച്ചാടി കഴിക്കും, പുൽച്ചാടിയെ തവള കഴിക്കും, തവളയെ ആര് കഴിക്കും? പാമ്പ് കഴിക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്ത് ചെയ്യുന്നത്? അവര് ആഹാരമാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നോക്കിക്കേ മക്കളെ. അപ്പം നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ക്രീച്ചേഴ്സ് ആരൊക്കെയാണ്? അവരുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ മക്കൾ, ആരൊക്കെയുണ്ട്? ഫ്രോഗ് ഉണ്ട് അല്ലെ, തവളയുണ്ട് നമ്മൾ കണ്ടു, സ്നേക്ക് ഉണ്ട് അല്ലെ, പാമ്പുണ്ട്, പിന്നെ ക്രാബ് ഇല്ലേ മക്കളെ, ഞണ്ടുണ്ട്, അതുപോലെ തന്നെ ക്രോ
കാക്കയുണ്ട്, ടേർട്ടിൽ ഇല്ലേ, അതായത് നമ്മുടെ ആമ, ടോട്ടോയിസ് എന്ന് പറയും കേട്ടോ. ഗ്രാസ് ഹോപ്പർ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്, ക്രെയിൻ അല്ലേ, കൊക്കുണ്ട്, പിന്നെ അതുപോലെ സ്നെയില്, ഒച്ചുണ്ട്, ഡ്രാഗൺ ഫ്ലൈ തുമ്പിയുണ്ട്, വേം, പുഴു ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു പിക്ചറിലുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, അവിടെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എവരി ക്രീച്ചേഴ്സ് ഇൻ ദി പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസംസ്. സ്മാൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. Large fishes feed on small fishes. Cranes feed on fishes. Complete the illustrations by adding other creatures in the field. എന്താ മക്കളെ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ചിത്രത്തിലുള്ള ഓരോ ജീവികളും എന്തിനെല്ലാമാണ് മക്കളെ ആഹാരമാക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, പുല്ല് ആര് കഴിക്കും? പുൽച്ചാടി കഴിക്കും. പുൽച്ചാടിയെ ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും അല്ലേ? ഫ്രോഗിനെ ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. അതായത് ചെറുമീനുകൾ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരമാക്കുന്നുണ്ട് അല്ലെ? കുഞ്ഞു മീനുകൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? കഴിക്കും. ഓക്കെ, ദെൻ നോക്കിക്കേ, ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്. ലാർജ് ഫിഷസ്, വലിയ ഫിഷസ്, വലിയ മീനുകൾ ആരെ കഴിക്കും? ചെറുമീനുകളെ എന്ത് ചെയ്യും മക്കളെ? ആഹാരമാക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിൻസ് അല്ലെ, കൊക്കുകൾ എന്ത് ചെയ്യും? മീനുകളെ ആഹാരമാക്കും അല്ലെ? അപ്പൊ അത് നോക്കിക്കേ, ഒരു ചെയിൻ ആയിട്ട് അങ്ങനെ പോവാണ് അല്ലെ? പ്ലാന്റിന് നമ്മൾ പറഞ്ഞു ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിനെ ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ചെയിൻ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ ചെറിയ സ്മാൾ ഫിഷസ് കഴിക്കും, അതിനെന്ത് കഴിക്കും? ലാർജ് ഫിഷസ് കഴിക്കും, അതിനെന്ത് കഴിക്കും? ക്രെയിൻസ് കഴിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പൊ കൊക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ വലിയ മീനുകളെ ആഹാരമാക്കുന്നുണ്ട്. നോക്കിക്കേ മക്കളെ, ഈ രീതിയിലല്ലേ പോകുന്നത്? നോക്കിക്കേ, ആദ്യം എന്താണ്? പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആര് കഴിക്കുന്നുണ്ട്? പ്ലാന്റ്സിന് സ്മോൾ ഫിഷ് കഴിക്കുന്നുണ്ട് അല്ലേ? ചെറിയ മീനുകൾ കഴിക്കുന്നുണ്ട്. ഈ സ്മോൾ ഫിഷിന് ആര് കഴിക്കും മക്കളെ? സ്മോൾ ഫിഷിന് ആര് കഴിക്കും? ലാർജ് ഫിഷസ് കഴിക്കുന്നുണ്ട് അല്ലേ? ലാർജ് ഫിഷിന് ആരാണ് കഴിക്കുന്നത്? യെസ്, നമ്മുടെ ക്രെയിന് കഴിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വീണ്ടും നോക്കിക്കേ, നമ്മുടെ പ്ലാന്റ്സ് ആര് കഴിക്കും മക്കളെ? ഗ്രാസ് ഹോപ്പർ കഴിക്കും, പുൽച്ചാടി കഴിക്കും. പുൽച്ചാടി ആര് കഴിക്കുന്നുണ്ട് മക്കളെ? പുൽച്ചാടി നമ്മൾ പറഞ്ഞു ഫ്രോഗ് കഴിക്കില്ലേ? തവള കഴിക്കും. തവളയെ വീണ്ടും ആര് കഴിക്കും മക്കളെ? ക്രെയിന് കഴിക്കും, കൊക്ക് കഴിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അഗെയിൻ പ്ലാന്റ് ആര് കഴിക്കും? വോം കഴിക്കുന്നില്ല. വോം എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴുവാണ് കേട്ടോ. എന്താണ് മക്കളെ? പുഴുവാണ്. പുഴുവിനെ ആര് കഴിക്കും മക്കളെ? ക്രോ, കാക്ക കഴിക്കും അല്ലേ? പുഴുവിനൊക്കെ ആര് കഴിക്കും? കുഞ്ഞു കുഞ്ഞു പുഴുക്കളെയൊക്കെ കാക്കയൊക്കെ കൊത്തി കഴിക്കുന്ന മക്കൾ കണ്ടിട്ടില്ലേ? അപ്പൊ പുഴുവിനെ ആര് കഴിക്കും? കാക്ക കഴിക്കും. മനസ്സിലായോ? പുല്ല് ഒരു ജീവി കഴിക്കുന്നു, ആ ജീവിയെ മറ്റൊരു ജീവി കഴിക്കുന്നു അല്ലേ? അതിനെ മറ്റൊരു ജീവി കഴിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യാണ്? അവരുടെ ആ ഒരു ചെയിൻ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ലിങ്ക്ഡ് ടുഗദർ. നോക്കിക്കേ, കണ്ണി ചേർന്ന്. Deer, rabbit and grasshoppers are plant eating creatures. അല്ലേ മക്കളെ? plant eating creatures അല്ലേ? അതായത് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ് നമ്മുടെ മാനും മുയലും പുൽച്ചാടിയും. നമ്മൾ പറഞ്ഞു അല്ലേ, ആരൊക്കെയായിരുന്നു പ്ലാന്റ്സിന്റെ പാർട്ട് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിഫന്റ്, ഡിയർ, റാബിറ്റ് തുടങ്ങിയിട്ടുള്ള ക്രീച്ചേഴ്സിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്ത് കഴിക്കുന്നവരാണ്? പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ് ആണ് അല്ലേ? എന്താണ്? പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്, അതായത് സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ജീവികളാണ് ഈ മാന്, റാബിറ്റ്, പുൽച്ചാടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദി ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. അതായത് ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആഹാരബന്ധം, ഫുഡ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഇവിടെ പ്ലാന്റ് ആണ്. പ്ലാന്റ് ആര് കഴിക്കുന്നുണ്ട്? ഡീർ കഴിക്കുന്നുണ്ട്, റാബിറ്റ് കഴിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്. ഇനി ഡീറിനെ കഴിക്കുന്ന ഒരാൾ ഇവിടെ എഴുതണം, റാബിറ്റിനെ കഴിക്കുന്ന അടുത്ത ആളെ ഇവിടെ എഴുതണം, അതുപോലെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്ന ഒരാൾ ഇവിടെ എഴുതണം. ഓക്കെ, നോക്കിക്കേ, സസ്യം മാന് കഴിക്കുന്നുണ്ട്, മുയല് കഴിക്കുന്നുണ്ട്, പുൽച്ചാടി കഴിക്കുന്നുണ്ട്. മാനിനെ കഴിക്കുന്ന ആളെ എഴുതണം, മുയലിനെ കഴിക്കുന്ന ആളെ എഴുതണം, അതുപോലെ തന്നെ പുൽച്ചാടിയെ കഴിക്കുന്ന ആളെ എഴുതിയിട്ട് ആ ഒരു ഫുഡ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് ഡീറിനെ കഴിക്കുന്ന ആളാണ് ലയൺ, നമുക്ക് എഴുതിക്കൂടെ? മാനിനെ കഴിക്കുന്ന ആളാണ് സിംഹം അല്ലേ? റാബിറ്റ്, ടൈഗർ നമുക്ക് എഴുതാം, കടുവ എഴുതാം. ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും, തവള കഴിക്കും. പറഞ്ഞത് മനസ്സിലായോ? ഈ പ്ലാന്റ്സ് ആരാണ് കഴിച്ചിട്ടുള്ളത്? പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ് ആണല്ലേ? സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ജീവികളാണ് പ്ലാന്റ് കഴിച്ചിട്ടുള്ളത്. ഈ സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ജീവികളെയാണ് ഇതുപോലുള്ള ജീവികൾ എന്ത് ചെയ്യുന്നത്? ആഹാരമാക്കി മാറ്റുന്നത്. പറഞ്ഞത് മനസ്സിലായോ?
ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഭാഗം പഠിക്കാനായിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. നോക്കിക്കേ മക്കളെ, ലിവിംഗ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർറിലേഷൻഷിപ്പ് അമംഗ് ദം ഈസ് ദി ഫുഡ് വെബ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് മക്കളെ, പഠിച്ചു വെച്ചോ, ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. എന്താണ്? ലിവിംഗ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് അല്ലേ? അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞ മക്കളെ, ലിവിംഗ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോർ ഫുഡ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് ഒരു ജീവി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ ഒരു പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം. എന്താണ്? ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. മലയാളം മീഡിയം കൂട്ടുകാരാണെങ്കിൽ കുറച്ച് ലെങ്തി പേരുകളാണ്, ഓർത്തിരിക്കുക. ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. ഓക്കെ, അപ്പൊ എന്താണ് ഫുഡ് വെബ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഡെഫിനിഷൻ ഓർത്ത് വെച്ചോ മക്കളെ, ഇന്ന് തന്നെ പഠിച്ചോ. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മിസ് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. മിസ് നേരത്തെ പറഞ്ഞല്ലോ, ഓക്കെ, അത് മിസ് ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ മക്കളെ, കൃത്യമായിട്ട് ഇംഗ്ലീഷ് ടേമുകളും മലയാള ടേമുകളും, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മലയാള ടേമുകളും ഓർത്ത് വെച്ചോളാം. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇംഗ്ലീഷ് ടേമുകളും ഓർത്ത് വെച്ചോളാം. നമുക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് രണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് ഫുഡ് വെബ്? ആഹാര ശൃംഖലാജാലം എന്താ എന്നുള്ളത് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആര് കഴിക്കുന്നുണ്ട്? നമ്മുടെ ഡീർ കഴിക്കുന്നുണ്ട് അല്ലേ? ഡീറിന് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ആള് കഴിക്കുന്നുണ്ട്. എഗെയിൻ ഈ പ്ലാന്റ് എന്ത് കഴിക്കുന്നുണ്ട്? കൗ കഴിക്കുന്നുണ്ട് അല്ലെ? പശു കഴിക്കുന്നുണ്ട്. പശുവിനെ കഴിക്കുന്ന അടുത്ത ആളുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? അവർ ഫുഡിനായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ? ഈ ലിവിങ് ബീയിങ്സ് ഒക്കെ എന്താ ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാണ്. ഇവിടെ എഗെയിൻ നോക്കിക്കേ, പശുവിന് എന്ത് ചെയ്യുന്നുണ്ട്? കഴുകൻ കഴിക്കുന്നുണ്ട്. പിന്നെ നോക്കിക്കേ, പുല്ല് ഇത് കഴിക്കുന്നുണ്ട്. പുൽച്ചാടി കഴിക്കുന്നുണ്ട്. പക്ഷികൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാണ്? ആ റിലേഷൻ അങ്ങ് കണ്ടിന്യൂ ആയിട്ട് പോവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജീവികൾ പരസ്പരം ആഹാരമാക്കി മാറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പറഞ്ഞേ, ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം. വലിയ പേരാണ് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം. മക്കൾ ഓർത്തിരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നിത്യേന കാണുന്ന കാര്യങ്ങളാണ് അല്ലെ? പുൽച്ചാടി തിന്നതും പുൽച്ചാടിയെ തവളയെ തിന്നതും തവളയെ പാമ്പ് തിന്നതും ഒക്കെ നമ്മൾ കൺമുന്നിൽ കാണുന്നതാണ്. അതാണ് ഫുഡ് വെബ് എന്നുള്ളത്. മക്കൾ അങ്ങ് മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചോട്ടോ. ഇനി എപ്പം ചോദിച്ചാലും മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ മക്കളെ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ, അടുത്തൊരു ബേസിക് സയൻസിന്റെ ക്ലാസ്സിൽ, അടുത്തൊരു അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പഠിക്കും. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പൊ മറക്കണ്ട, ക്ലാസ് കഴിഞ്ഞ ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. മാർക്ക് മിസ്സിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. ബെസ്റ്റ് പെർഫോമർ ആരാ എന്നുള്ളത് മിസ് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോയും പേരും സഹിതം മിസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.